ഹായ് പ്രിയ കൂട്ടുകാരെ, ഷീജാസ് വ്ലോഗ്സിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ ഈസി ആയിട്ട് ഒരു മട്ടൻ കറി എങ്ങനെ തയ്യാറാക്കാം എന്നാണ് നോക്കുന്നത്. നോക്കൂ, എത്ര മനോഹരവും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു മട്ടൻ കറിയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നതെന്ന്. ഇതിന് വേണ്ടുന്നത് 1 കിലോ മട്ടൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 3 സവാളയും 2 പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടുന്ന മസാല: മുളക് പൊടി 1.5 സ്പൂൺ, മല്ലിപ്പൊടി 1 സ്പൂൺ, ഗരം മസാല 1/2 സ്പൂൺ, മീറ്റ് മസാല 1/2 സ്പൂൺ, പെരുംജീരകം 1/2 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ. അത് ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ ഇഞ്ചി, 2 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി 1 കഷ്ണം, വെളുത്തുള്ളി ഒരു 5 ഇതള്, അതുപോലെ നമ്മുടെ കുരുമുളക് 1 സ്പൂൺ, ഗ്രാമ്പു 2 എണ്ണം, ഏലയ്ക്ക ഒരു 3 എണ്ണം. ഇത് ഇത്രയും കൂടെ നമ്മൾ ആ ഗ്രാമ്പുവും ഏലക്കയും കറുകപ്പട്ട ഒരു ചെറിയ 2 കഷ്ണം, ഇതും അതുപോലെ കുരുമുളക്, ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ ചൂടാക്കിയ പെപ്പറും ഗ്രാമ്പുവും ഏലക്കയും കറുകപ്പട്ടയും കൂടെ ഒരുമിച്ചിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ചതച്ചാണ് അവിടെ വെച്ചത്. അപ്പോൾ ആ ചതച്ച ആ കൂട്ടിൽ നിന്നും 1 സ്പൂൺ മസാലയും അതേപോലെ നമ്മൾ ചൂടാക്കി വെച്ചിരുന്ന ആ പൊടികളെല്ലാം കൂടെ ചൂടാക്കിയില്ലേ, മുളക് പൊടി, മല്ലിപ്പൊടി, അതെല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ ചൂടാക്കി വെച്ചിരുന്നതിൽ നിന്നും ഒരു 1.5 സ്പൂണ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം സോൾട്ടും കൂടി ചേർത്ത് നമ്മുടെ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ 1 സ്പൂണ് ചേർത്തതിന് ശേഷം നമ്മൾ ആ മട്ടനെ നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുരട്ടി വെച്ചതാണ് ആദ്യമേ ഞാൻ കാണിച്ചത്. അത് നമുക്ക് ഒരു അരമണിക്കൂറോളം നമ്മൾ അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ കുക്കറിനകത്തിട്ട് നമുക്ക് ആ വെള്ളമൊന്നും ഒഴിക്കാതെ ആ മട്ടനിൽ തന്നെ ഉണ്ടാവും, അത് ജലാംശം ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് കുക്കറിൽ നമുക്കത് കുക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ വേവ്, ഓരോ കുക്കറിനും വേവ് വ്യത്യസ്തമാണ്. നിങ്ങളുടെ കുക്കറിൻ്റെ വേവിൻ്റെ അനുസരിച്ച് നിങ്ങൾ അത് വേകുന്നിടം വരെ 2 വിസിൽ 3 വിസിലൊക്കെ വന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ എയറെല്ലാം പോയതിന് ശേഷം നോക്കുമ്പം ചില മട്ടനൊക്കെ വെന്ത് കാണും, ചിലത് വേവ് കൂടുതലുള്ളത് കാണുമല്ലോ. ഞാനൊരു 3 വിസിൽ വരെ വരാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ അവിടെ വെച്ചിട്ടുണ്ട്. കുക്കറിൽ വെച്ചത് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല, കുക്കറിൻ്റെ കുറച്ച് ഭാഗം കാണാമെന്ന് തോന്നുന്നു. ഇനി അതൊന്ന് കുക്കായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിന് വേണ്ടുന്ന സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. പാൻ വെച്ചിട്ട് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അതിലേക്ക് സവാള ഇട്ട് കൊടുത്ത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തു, കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ തന്നെ കുരുമുളക്, ഗ്രാമ്പു, ഏലയ്ക്ക, പട്ട, ഇത് ഇത്രയും കൂടെ ചേർത്തതാണ്, അരച്ചതാണ് ഇട്ടത്. ഓവറായിട്ടങ്ങ് അരയണ്ട, ഒന്ന് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതഞ്ഞ് വരണം. അപ്പോഴേക്കും ആ ഗ്രാമ്പുവും ഏലക്കയും എല്ലാം കുരുമുളകും എല്ലാം പൊട്ടി നന്നായിട്ട് റെഡി ആയിക്കോളും. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ മട്ടൻ കുക്കറിൽ കുക്കായിക്കോളും. വളരെ പെട്ടെന്നാണ് ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ, വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം.
അപ്പോൾ നല്ല അടിപൊളിയായിട്ടെല്ലാം വറ്റി വന്നിട്ടുണ്ട്. നമ്മളതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കറിയൊക്കെ വെന്തതിന് ശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കണം. അതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. എങ്കിലേ നമുക്ക് അതിനൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വരും വരെ ഗുഡ് ബൈ.